ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ ഞാൻ എന്താണ് ഈ കാണിച്ചിരിക്കുന്നതെന്നുള്ളതല്ലേ, ഈ വീഡിയോയിൽ എന്താണ് കാണുന്നതെന്നല്ലേ നിങ്ങൾ ഓർക്കുന്നത്? ഇതേ ഞങ്ങൾ മഹിളാ അസോസിയേഷൻ്റെ മഹിളാ സമാജം നമ്മുടെ DYFIയുടെ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ വകയായിട്ടൊരു നാടകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ലേഡീസ് മാത്രമേ ഉള്ളൂ. സാറ് പഠിപ്പിക്കാനുണ്ട്, ഒരു ചേട്ടൻ സാറെന്ന് വിളിക്കാം. ഞാനവിടെ മഞ്ഞ നൈറ്റി എന്ന് വെച്ചാൽ നിലത്ത് കിടക്കുന്ന സീനൊക്കെ ഉണ്ട്, വീഴുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനൊരു ചുരിദാറിൻ്റെ മുകളിൽ വീട്ടിലേക്ക് പോകണ്ടേ, അപ്പോൾ അഴുക്കാവണ്ടെന്ന് ഓർത്ത്, പൊടിയൊക്കെ അടിക്കുന്ന ഓർത്തിട്ട് ഒരു നൈറ്റി കൂടെ കൊണ്ടുപോയതാണ് കേട്ടോ. ഞാൻ അവിടെ ഇരിക്കണുണ്ടോ. അപ്പം കഥയോ കാര്യങ്ങളോ ഒന്നും പറയില്ല. അതൊക്കെ ഔട്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് കംപ്ലൈൻറ്റ് വരും. നമ്മൾ പ്രാക്ടീസ് കൊണ്ടേയിരിക്കുന്നു. നാടകത്തിൻ്റെ പേരൊന്നും ഇപ്പോൾ പറയുന്നില്ല. നാടകത്തിൽ അഭിനയിക്കുന്നവരാണ് ഞങ്ങളൊക്കെ ഇരിക്കുന്നവർ. അപ്പോൾ എനിക്ക് ഇങ്ങനത്തെ വേഷമൊക്കെ ചെയ്യാൻ ഇഷ്ടമാണല്ലോ. നാടകവും കാര്യങ്ങളും അഭിനയമൊക്കെ വലിയ ഇഷ്ടമായതുകൊണ്ടും ഒരു അവസരം നല്ലതായിട്ട് കൊണ്ടുപോകാനും കൂടി വേണ്ടിയിട്ടാണ് ഇനി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നാടകത്തിൻ്റെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. അത് ചെയ്താൽ ശരിയാവില്ല. നാടക മത്സരത്തിന് വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നാടക മത്സരമാണ്. അപ്പോൾ നമ്മൾ അതിലത്തെ കാര്യങ്ങളോ ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂട്ടുകാരിയുടെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻ്റെ കൂട്ടുകാരിയുടെ വീടിൻ്റെ അസോസിയേഷൻ ന്യൂ ഇയർ സെലിബ്രേഷന് എന്നെ പാടാൻ വിളിച്ചു. അപ്പോൾ അവിടെ ഒരു ചെറിയ ഏരിയയിൽ കുറച്ച് ആൾക്കാരൊക്കെ മാത്രമായിട്ടാണ് കേട്ടോ ഈ സെലിബ്രേഷൻ ഒരുക്കിയിരുന്നത്. അപ്പോൾ ഞാനൊരു നാടൻ പാട്ടൊക്കെ പാടിയിരുന്നു. ഞാനത് ഇതിലേക്ക് ഇട്ടോന്നറിയില്ല കേട്ടോ, യൂട്യൂബിലേക്ക്. അപ്പോൾ അവിടെ എല്ലാവരും അങ്ങോട്ടും ഇടുന്നുണ്ട്. എൻ്റെ കൂട്ടുകാരിയാണ് വരുന്നത് കേട്ടോ, ബ്ലാക്ക് ചുരിദാർ ഇട്ടിട്ട്. എൻ്റെ കൂടെ പഠിച്ചാണ് രാധു. അപ്പോൾ നമ്മുടെ എല്ലാവരും പാട്ടൊക്കെ, അതായത് ലാസ്റ്റ് ആയപ്പോഴേക്കും പാട്ട് വെച്ച് കളിക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പേര് അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ലാസ്റ്റ് ഞാനൊക്കെ കൂടി കേട്ടോ, അടിച്ചു പൊളിക്കാനൊക്കെ, പാടാനും തുള്ളാനും ഡാൻസൊക്കെ കളിച്ച് നല്ല രസമായിരുന്നു കേട്ടോ. അതായത് കുറച്ച് പരിപാടികൾ ഉണ്ടായുള്ളൂ. എല്ലാവരും പാട്ട് പാടി, കുറച്ചുകൂടി ഡാൻസ് ചെയ്തു. അതുപോലെ തന്നെ ഒരു മാജിക്കിൻ്റെ ഷോ പോലൊരു സംഭവം ഉണ്ടായി. അതൊക്കെ കഴിഞ്ഞിട്ടിപ്പോൾ എല്ലാവരും പാട്ട് വെച്ച് തുള്ളിയിട്ട് അവളെന്നെ കൊണ്ടുവന്ന് ആക്കിക്കൊള്ളുമായിരുന്നു എൻ്റെ കൂട്ടുകാരി. അപ്പോൾ അതെൻ്റെ അവളാണ് കേട്ടോ ഇപ്പോൾ വന്നത്. അപ്പം ഞാനിവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ അവരെല്ലാവരും കൂടെ ഏത് സ്റ്റെപ്പ് കളിക്കണം എന്നൊക്കെ ഇട്ട് നോക്കുക. ഞാനാണിത് കേട്ടോ. ഞാനപ്പോൾ ഇങ്ങനെ അവളുടെ കൂടെ പോയത്. അവളുടെ കൂടെ തന്നെ വണ്ടിക്ക് തിരിച്ച് വരായിരുന്നു. ഓക്കെ. പക്ഷേ സത്യം പറയാലോ, ഈ അന്നത്തെ രാത്രിയിലത്തെ ഇത് കഴിഞ്ഞപ്പോഴേക്കും തൊണ്ടവേദന, കാരണം മഞ്ഞുണ്ടല്ലോ, തൊണ്ടവേദനയും ചെറിയൊരു പനിയൊക്കെ വന്നത് അതിന് ശേഷമാണ് കേട്ടോ. എനിക്ക് നല്ല പനിയൊക്കെ ആയിരുന്നു. തൊണ്ടവേദന അന്നത്തെ രാത്രി ഇട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു, ചെറിയ തൊണ്ടവേദനയൊക്കെ. കാരണം സന്ധ്യയ്ക്കും കുളിച്ചു, രാവിലെയും കുളിച്ചായിരുന്നല്ലോ, അതൊക്കെ കൊണ്ട്. അന്ന് എൻ്റെ വീട്ടിൽ നിന്ന് സന്ധ്യയ്ക്ക് കുളിച്ചിട്ട് അവക്കടെ കൂടെ വന്നതേ. അപ്പം പെട്ടെന്ന് വെള്ളം മാറി കുളിക്കുമ്പോഴാണ് അവിടെ എൻ്റെ കൂട്ടുകാരിയുടെ റിലേറ്റീവാണ് ഈ കുട്ടി എന്ന് പറയുന്നത്. എന്നെക്കാളും ഏജ് ഉണ്ടോയെന്നറിയില്ല. അത് ഭയങ്കരമായിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. ഒക്കെ രസമായിരുന്നു കേട്ടോ. എന്ന് വെച്ചാൽ കോപ്പിറൈറ്റ് കിട്ടുന്നതുകൊണ്ടാണ് ഡാൻസ് വെക്കുക. അപ്പോൾ ഞാനൊക്കെ ഇതിൽ കളിക്കണയൊക്കെ കിട്ടിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിനെയൊക്കെ പിടിച്ച് യൂട്യൂബിലിട്ട് എനിക്ക് കേസാവുമെന്നറിയില്ല. എനിക്കറിയില്ല, അവരെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഞാൻ ഡിലീറ്റ് ചെയ്യും കേട്ടോ ഞാൻ. അപ്പം ഞാനൊക്കെ ഇവിടെ നിന്ന് കളിക്കണയൊക്കെ കണ്ട ഞാനാണത് കേട്ടോ. വീഡിയോ തിരിഞ്ഞും മറിച്ചൊക്കെ പോകുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെയൊക്കെ കളിച്ച് ഇവരുടെ കൂടെയൊക്കെ എൻജോയ് ചെയ്യായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു കേട്ടോ. ഏതോ അഴകിയ ലൈല പാട്ടാന്ന് തോന്നുന്നു കേട്ടോ. എന്തൊക്കെയോ കാണിച്ചിട്ടൊക്കെ വീഡിയോ ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തൊക്കെയോ പോലെയൊക്കെ തോന്നുന്നുണ്ട്. വീഡിയോ ഒന്ന് ഓടിക്കായിരുന്നു. അത് ഞാൻ ഓടിച്ചെടുത്തില്ലെങ്കിൽ ശരിയാവില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് ചിരിഞ്ഞൊക്കെ പോയിട്ടോ. അത് വേണമെങ്കിൽ നേരെ ആക്കാൻ പറ്റുമോ നോക്കാം. ഓക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഭയങ്കര ഡാൻസൊക്കെ ആയിരുന്നു കേട്ടോ. എല്ലാവരും കൂടെ ഭയങ്കര ഡാൻസ് അടിപൊളിയായിരുന്നു കേട്ടോ. എൻ്റെ കൂട്ടുകാരി എന്നെ അങ്ങനെ വിളിച്ചുകൊണ്ട് പോയത്. എൻ്റെ മോളൂസ് എൻ്റെ നാത്തൂൻ്റെ വീട്ടിലാണ്, അതായത് എൻ്റെ ഹസ്ബൻഡ് അവളുടെ അമ്മായിയുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ കൊച്ചിനെയും കൊണ്ടുവന്നേനേന്ന് പറഞ്ഞു. അവിടെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് കൊച്ചു അവിടെ നിന്നാണ് സ്കൂളിൽ വന്നുകൊണ്ടിരുന്നത് കേട്ടോ. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എത്ര മണിയായിന്ന് അറിയാൻ പാടില്ല, 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ തിരിച്ച് വരുക കേട്ടോ, തിരിച്ച് പോകുന്നു കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, പല വീഡിയോസായിട്ടാണ് ഞാൻ ഇടുന്നതെന്ന്. ഇതെൻ്റെ മോള് സ്കൂളിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാട്ടോ. അവൾ കളിക്കുന്ന പാട്ടില്ലേ, ആ പാട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അതായത് കഥക്. അപ്പോൾ അത് ഞാൻ ആ വീഡിയോ ഇതിൽ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം ആ വീഡിയോ ഞാനൊന്ന് ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതാണേ. മോളും മോളുടെ കൂട്ടുകാരിയായ ധനുക്കുട്ടി ഉണ്ട് കേട്ടോ. രണ്ടുപേരും കൂടെ കളിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കളിക്കുകയാണ് അവർ.
കളിച്ച് നോക്കുകയാണ്. അവർ എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്. അപ്പം എൻ്റെ ഫോണും മേടിച്ചുകൊണ്ട് അവർ പോക്കങ്ങ് പോകും കേട്ടോ. ഞാനവിടെ പ്രാക്ടീസിന് ചെല്ലുമല്ലോ, ടീച്ചേഴ്സിൻ്റെ കൂടെ ഞാൻ കളിക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം നമ്മൾ പ്രാക്ടീസിന് ചെല്ലുമ്പോൾ മോള് വന്നിട്ട് എൻ്റെ ഫോണങ്ങ് മേടിച്ചുകൊണ്ട് പോകും കേട്ടോ. എന്നിട്ട് അതിലൂടെ കളിയാണ് ഇവർ. അപ്പോൾ കഥക്ക് എല്ലാവർക്കും ഇഷ്ടമായി. കാരണം ഇവർ യൂട്യൂബ് നോക്കിയിട്ട് കുഴപ്പമില്ലാതൊക്കെ കളിച്ചല്ലോ. കുഴപ്പമില്ലാന്നല്ല, നമ്മൾ സ്വയം നല്ലതാണ് അടിപൊളിയാന്ന് നമുക്ക് പറയാൻ പാടില്ലല്ലോ. അതുകൊണ്ടാട്ടോ ഞാൻ അങ്ങനെ പറയണേ. കുഴപ്പമില്ല, കാരണം വലിയ തെറ്റില്ലാണ്ട് രണ്ടുപേരും കളിച്ചു, നന്നായിട്ട് തന്നെ കളിച്ചു എന്നാണ് എല്ലാവരും പറഞ്ഞത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. എൻ്റെ മോളൂസും ധനിക്കുട്ടിയൊക്കെ ഇങ്ങനെ കളിച്ചതിൽ ഒരുപാട് സന്തോഷമായി. പിന്നെ എന്താ പറയുക, പ്രാവശ്യമുള്ള തീം, ലിവൻ സ്കൂളിലെ തീം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ ആനിവേഴ്സറി ആയതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നത്. ആനിവേഴ്സറി ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ മൊബൈലൊക്കെ കൊടുക്കുന്നതും പിള്ളേർ കളിക്കുന്നതും തലേ ദിവസവും തലേന്നൊക്കെ ആയിരിക്കാം ഇത് എടുത്തിട്ടുള്ളതേ. അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും എടുക്കാൻ ആരും സമ്മതിക്കില്ലല്ലോ. മൊബൈലിൽ വെച്ച് എപ്പോഴും പാട്ട് കളിക്കാൻ ടീച്ചേഴ്സ് എപ്പോഴും ശ്രദ്ധയുണ്ടാവും, അവർ സമ്മതിക്കില്ല. എന്നാൽ ഇപ്പം ഞാൻ അവിടെ ചെന്നെന്ന് ഓർത്തോ, എൻ്റെ ഫോൺ എടുത്തുകൊണ്ട് ഡാൻസ് കളിക്കാൻ പോകാൻ അവർ സമ്മതിക്കില്ല ടീച്ചേഴ്സ്. അപ്പോൾ ലാസ്റ്റ് ആയപ്പോൾ ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തി പിള്ളേരെ ആ തലേ ദിവസമൊന്നും ക്ലാസ് പോലും 2 ദിവസമായിട്ട് ക്ലാസ്സുകൾ അങ്ങനെ ഇതായിട്ട് വെച്ചില്ലായിരുന്നു. കാരണം ആനിവേഴ്സറി അല്ലേ, അതിൻ്റെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട്. അപ്പോൾ പിള്ളേർ കളിക്കുന്നതൊക്കെ എടുത്തു. പിന്നെ എന്താണ്, ആനിവേഴ്സറി ആണെങ്കിൽ ഒരു 5:30-6 മണിക്കുള്ളിൽ ആനിവേഴ്സറി തീർത്തു കേട്ടോ. പെട്ടെന്ന് തന്നെ പിള്ളേർ വീഡിയോ എടുത്തിട്ട് ഒരു ഇതാക്കണം. ഇതിപ്പോൾ എൻ്റെ മോളൂസ് പെങ്ങളുടെ വീട്ടിലല്ലേ പോയി നിൽക്കണേ ഇപ്പോൾ. അപ്പം ഇന്ന് നാളെ വരുള്ളൂ കേട്ടോ. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് വന്നില്ല. അപ്പോൾ പെങ്ങളുടെ മോളും എൻ്റെ മോളൂസും കൂടെ അവിടെ ഡാൻസ് കളിച്ചു കേട്ടോ. അവിടെ മകരവിളക്ക്, അവിടെ അയ്യപ്പൻ നിറയൊക്കെ ഉണ്ടായില്ലേ, നമ്മുടെ കെട്ടുനിറ. അപ്പോൾ അവിടെ അമ്പലംപൂട്ടിപ്പാട്ടൊക്കെയാന്ന് തോന്നുന്നു. എനിക്ക് പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. അപ്പോൾ അവിടെ പാറുമ്മ പോയി, എൻ്റെ മോളൂസും പോയി, ചേച്ചി അനിയത്തും കൂടെ ഡാൻസ് കളിക്കുന്നതാണ് കേട്ടോ. പൊന്നു ചേച്ചിയും പാറുക്കുട്ടനും കൂടെ ഡാൻസ് കളിക്കുന്നതാണ് കാണുന്നത്. അവർ പാട്ട് ഏതാണെന്നറിയോ? ഞാനത് യൂട്യൂബിൽ പോസ്റ്റ് ചെയ്തപ്പോൾ ഉണ്ടല്ലോ, കോപ്പിറൈറ്റ് വന്നുകൊണ്ടാണത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. ശംഭോ ശങ്കര എന്നൊക്കെ പറഞ്ഞിട്ടൊരു പാട്ടില്ലേ, അതാണ്. അപ്പോൾ ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ കളിച്ചു. പാറുമ്പോൾ മൊത്തം ഡാൻസിൻ്റെ പരിപാടിയായിട്ട് നടപ്പായിരുന്നു. കാരണം എന്ന് വെച്ചാൽ സ്കൂളിലെ ഡാൻസ്, ഇവിടുത്തെ ഡാൻസ്, അങ്ങനെ എല്ലാ ഡാൻസും കൂടിയായിട്ട്. അപ്പോൾ ഇവരുടെ പാട്ട് ഇട്ട് ഇതാക്കണം എന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷേ അത് പറ്റിയില്ല. അതൊരു വിഷമം. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, അവർ കളിച്ചേക്കണം വലിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ പാറുമ്മ പറഞ്ഞാൽ മൊത്തം തെറ്റിച്ചു എന്ന്. പക്ഷേ പാറസ് ഇവിടെ സ്കൂളിലേക്ക് വരുമല്ലോ എന്നും, ഇവിടെ കയറിയിട്ടൊക്കെ പോണത്. അപ്പോൾ എന്നാലും നന്നായിട്ട് തന്നെ കളിച്ചായിട്ട് തോന്നി. ഇടയ്ക്ക് ഒരു പരിങ്ങൽ പാറുമ്മയൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണ പോലെ തോന്നി, അല്ലാണ്ട് നന്നായിട്ട് തന്നെ കളിച്ചായിട്ട് തോന്നി. അത് ഇത്രയും ദിവസം കൊണ്ട് പെട്ടെന്ന് ഇത്രയും പഠിച്ച് ഒപ്പിച്ചല്ലോ. ചേച്ചി അനിയത്തി നല്ല കൂട്ടാണ് കേട്ടോ, അമ്മയുടെ മോളും പെങ്ങളുടെ മോളൊക്കെ. അങ്ങനെ പിന്നെ വേറെ എന്താണ് രാത്രി ഇരുന്നാട്ടോ വോയിസ് ഓവർ തരുന്നതേ. അപ്പോൾ ഈ ഡാൻസ് വേറെ ഏതെങ്കിലും മ്യൂസിക് ഇട്ട് ഞാൻ ഇതിലേക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് വെക്കണം എന്നുണ്ട്. ഫോണിൽ നിന്നൊക്കെ ഇതാക്കാമല്ലോ. ഫേസ്ബുക്കിട്ട് അപ്ലോഡ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തെങ്കിലും ഇത് വരുമോ എന്നറിയില്ല, കോപ്പിറൈറ്റ് വന്നിട്ടുണ്ടാവുമോ എന്നറിയില്ല. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇൻസ്റ്റേട്ടാണെങ്കിലും ഇട്ട് വെക്കണമെങ്കിൽ ഇട്ട് വെക്കാം. ചില കാര്യങ്ങൾ ഇൻസ്റ്റയിൽ ഇടുമ്പോൾ അത് ഫേസ്ബുക്കിട്ട് പോവുകയെന്നേ, എന്താണെന്നറിയാൻ പാടില്ല എല്ലാ കാര്യങ്ങളും. അതൊരു പ്രശ്നമായി ഭവിക്കുകയാണ് കുട്ടികളെ. ഇവരുടെ ഡാൻസ് ബാക്കി എന്താ ചെയ്യുക, ഓടിക്കണോ? ഫുള്ളായിട്ട് എടുക്കാനും പറ്റണമില്ല. ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഞാനിത് ഇൻഷോട്ട് കാണാൻ കാര്യം എന്താണെന്നറിയാമോ? ഇത് വളരെ ദൂരെയാണ് ഈ വീഡിയോ ഒക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. വളരെ ദൂരെയായിട്ടാണ് കാണാൻ പറ്റുന്നുള്ളൂ. അത് കാരണം ഞാനിത് ഒന്നും കൂടെ ഇൻഷോട്ടിലേക്ക് ഇട്ടിട്ട് അടുത്ത് കുറച്ചും കൂടെ സൂം ചെയ്ത് അടുപ്പിച്ച്. പക്ഷെ ചില ഭാഗങ്ങൾ വരുമ്പോൾ അവരുടെ തല മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അവർ വേറൊരു ഡാൻസും കൂടി ഉണ്ട്, മറ്റേ ഇതൊക്കെ കളിച്ചായിരുന്നു കേട്ടോ, കൈകൊട്ടിക്കളി. അതൊക്കെ ഇതിലിട്ടാൽ എങ്ങനെയാണ് കോപ്പിറൈറ്റ് വരുമെങ്കിൽ ഞാൻ ഇടൂല. അങ്ങനെയാണ് ഇരിക്കുന്നത്. പിന്നെ അപ്പോൾ ആ ഡാൻസ് മുഴുവനും ഞാനപ്പോൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ടേ.
അപ്പോൾ ഇത് കണ്ടോ, ഞാനും ഹസ്ബൻഡും കൂടെ തൃപ്പൂണിത്തുറ മാർക്കറ്റ് വരെ പോയതാണ്. അതായത് തൃപ്പൂണിത്തുറക്ക് പോയത് ഒന്നിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിക്കുക. ഇത്തിരി മാർക്കറ്റിൽ നിന്ന് ഇത്തിരി കറിക്കൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. പിന്നെ എനിക്ക് വേറെ സ്ഥലത്ത് കയറണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ഈ തൃപ്പൂണിത്തുറ വരുമോ, ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ, പുള്ളി ചായ കുടിച്ചില്ല, ഞങ്ങൾ ചായ കുടിക്കാൻ കയറി. പുള്ളിന്ന് വിളിച്ചുകൊണ്ടൊന്നും ഓർക്കരുത് കേട്ടോ, ഞാൻ അങ്ങനെ വിളിക്കാറുണ്ട് കേട്ടോ. അതാ, അപ്പോൾ ചായ കുടിക്കാൻ കയറിയതാണ് കാണുന്നത് കേട്ടോ.